നമസ്കാരം, ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം. ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, തൃപ്രയാർ, ചാവക്കാട്, പുത്തനത്താണി, പെരിന്തൽമണ്ണ. സൺറൈസ് ഹോസ്പിറ്റൽ, കെയർ ബിയോണ്ട് കെയർ. ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ്, ചങ്ങരംകുളം ആൻഡ് എടപ്പാൾ. ദന്തരോഗ ചികിത്സാ രംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക്, ചങ്ങരംകുളം. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU-ന്റെ നേതൃത്വത്തിൽ 19, 20 തീയതികളിൽ സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തുന്ന രാപ്പകൽ ധർണയുടെ പ്രചരണാർത്ഥമുള്ള ജാഥ വയലത്തൂർ, തലക്കാട്, പരിയാരപുരം, വെട്ടം, ആലത്തിയൂർ, നരിപ്പറമ്പ്, പൊന്നാനി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനു ശേഷം ജില്ലാ അതിർത്തിയായ ചങ്ങരംകുളത്ത് സമാപിച്ചു. വഴിയോര കച്ചവട സംരക്ഷണ നിയമം പഞ്ചായത്തുകളിൽ നടപ്പാക്കുക, വഴിയോര കച്ചവടക്കാരുടെ സർവേ ഉടൻ പൂർത്തിയാക്കുക, നിയമവിരുദ്ധമായ ഒഴിപ്പിക്കൽ നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക, വർഗീയതയെ ചെറുക്കുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. സമാപന യോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് MP ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വൈവിധ്യമാനമാർന്ന മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വരും ദിവസങ്ങളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും രാപ്പകൽ സമരവും നടത്തുന്നതിന് വേണ്ടി വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ അതിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ആ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടും രാപ്പകൽ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും യൂണിയൻ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ച് എല്ലാ നഗരപ്രദേശങ്ങളിലും നാട്ടിടപെടലുകളിലും തൊഴിലാളി കേന്ദ്രങ്ങളിലുമെല്ലാം സഞ്ചരിച്ച് തൊഴിലാളികളോട് ഇതിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് സംവദിക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ 3 ദിവസമായി എടക്കരയിൽ നിന്ന് ആരംഭിക്കപ്പെട്ട് വ്യത്യസ്തങ്ങളായ മേഖലകളിലൂടെ ഈ ജാഥ സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. M. മുരളീധരൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റനും യൂണിയൻ ജില്ലാ സെക്രട്ടറിയുമായ M. ബാപ്പുട്ടി, വൈസ് ക്യാപ്റ്റന്മാരായ അക്ബർ കാനാത്ത്, PV ഇസ്മായിൽ, മാനേജർ VM ഷാജി, VV കുഞ്ഞുമുഹമ്മദ്, ജാഥ അംഗങ്ങളായ അലവി പെരിന്തൽമണ്ണ, AH കബീർ, K. ഹാജറ, VK കുമാരൻ, പ്രവീൺ എടപ്പാൾ, M. ജമീല, AV നിസാർ എന്നിവർ സംസാരിച്ചു. അബു ചങ്ങരകുളം നന്ദി പറഞ്ഞു. അത് അടിയന്തരമായി പൂർത്തിയാക്കണം. എല്ലാ വഴിയോര കച്ചവടക്കാർക്കും ലൈസൻസ് നൽകണം, തിരിച്ചറിയൽ കാർഡ് നൽകണം. മറ്റുള്ളവരെ പോലെ ആത്മാഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് കച്ചവടം ചെയ്യാൻ വഴിയോര കച്ചവടക്കാർക്ക് സൗകര്യമൊരുക്കണം. ഇത് മാത്രമാണ് സമരത്തിന്റെ മുദ്രാവാക്യം. ഇത് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഈ ജാഥയിലൂടെ വഴിയോര കച്ചവടക്കാർക്ക് മുന്നിലും നമ്മുടെ നാട്ടുകാർക്ക് മുന്നിലും ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു മുദ്രാവാക്യം. വഴിയോര കച്ചവട തൊഴിലാളികളെ ഒഴിപ്പിക്കുന്ന നടപടി കേരളത്തിലെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്നു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ വഴിയോര കച്ചവട സംരക്ഷണ നിയമം എന്നുള്ളൊരു നിയമം 2014 പാസ്സാക്കുകയും തുടർന്ന് 2018 ഒന്നാം പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും അധികാരികൾക്ക് അറിയാം. അത് മറച്ചു വെച്ചുകൊണ്ടാണ്, അതിലെ ചില ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ വഴിയോര കച്ചവടക്കാരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത്. ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ എടപ്പാൾ ബ്യൂട്ടി സിൽക്സിൽ പുതുപുത്തൻ കളക്ഷൻസ്. വിവാഹാഘോഷങ്ങൾ, മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ, നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, തൃപ്രയാർ, ചാവക്കാട്, പുത്തനത്താണി, പെരിന്തൽമണ്ണ. നിങ്ങൾക്കേവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചങ്ങരംകുളം ആൻഡ് എടപ്പാൾ. ദന്തരോഗ ചികിത്സാ രംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക്, ചങ്ങരംകുളം. കമ്പിയിടാതെ ദന്തക്രമീകരണത്തിന് പുതിയ ചികിത്സ, അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ, ഓർത്തോണ്ടറ്റിക് ട്രീറ്റ്മെന്റ്, ഇംപ്ലാന്റ് ചികിത്സ, കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ,
ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്തൽ ക്ലിനിക്, എടപ്പാൾ റോഡ്, HDFC ബാങ്കിന് എതിർവശം, ചങ്ങരംകുളം. ഫോൺ 9645232232 9995229265.